ലക്ഷദ്വീപിലെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ആ സ്പെഷ്യൽ ഐറ്റംസ് തപ്പിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ നീര് കേട്ടോ. കുടിച്ചു ഒരു പുളിയും മധുരം ഒക്കെ കൂടിയുള്ള ഒരു ടേസ്റ്റ് അല്ലേ? ഒരു കൈൻഡ് ഓഫ് ഇളനീര് പോലെ ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും അപ്പൊ എങ്ങനെ സംഭവം? നമ്മൾ നേരെ തെങ്ങിന്ന് നേരെ ചെത്തിയെടുക്കുന്നതല്ലേ? എന്നിട്ട് അത് എത്ര ടൈം വെച്ച് കഴിഞ്ഞാലാണ് അത് മാറുക? രാവിലെ ചെത്തിയാൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇറക്കിയിട്ട് ഇറക്കും. പിന്നെ അത് ഇതുപോലെ മീര കുടിക്കാനാണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അത് കള്ളാവും. മധുരം കുറഞ്ഞുകൊണ്ട് പുളിപ്പ്. അപ്പൊ നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെയാണ് കുടിക്കേണ്ടത്. അത് വൈകി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒഴിവാക്കുക ചെയ്യാം. ഇല്ല, നമ്മള് പിന്നെ മീര ആക്കും. മീര സുർക്കാവും. പിന്നെ സുർക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതിന്ന് തന്നെ ഇത് കുറുക്കിയിട്ട് ചെമ്പിലിട്ടിട്ട് നല്ലപോലെ കുറുക്കിയിട്ട് പിന്നെ അത് ശർക്കര ആകും. ഇത് വെച്ചിട്ട് തന്നെയാണ് ശർക്കര ഉണ്ടാക്കുക അല്ലേ? ഉണ്ടാക്കണം. അപ്പോൾ ആളെ വീട്ടിൽ നിന്നാണ് നമ്മൾ നീര് കുടിച്ചുള്ളത്. താങ്ക് യു സോ മച്ച്. പേര് മറന്നു. യാസ്. അപ്പോൾ ആളാണ് നമുക്കിത് സൗകര്യമൊക്കെ ചെയ്തതെന്നുള്ളത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഹൽവ. ഇതിൽ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ ശർക്കരക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഹൽവയാണ്. അതായത് നമുക്ക് സാമ്പിള് പൊളിച്ച് കഴിച്ചു നോക്കാം. ഇതാണ് സാധനം. കൊള്ളാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മീനച്ചാർ. ഇത് എന്ത് മീനാ? ടൂണ അല്ലേ? ചൂര ടൂൺ എന്നൊക്കെ പറഞ്ഞ മീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇതും മേടിച്ചിട്ടുണ്ട് 2 ആയിട്ട്.